ഇന്ന് എന്ത് വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ കുറച്ച് ചീസായിട്ടുള്ളൊരു സാധനമാണ് ഇതേപോലെയുള്ള പടവലങ്ങയുടെ കുരു. എന്നാൽ ഇത് വെച്ച് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ കിട്ടിയത്. അതിനുവേണ്ടി കളർ പേപ്പർ എടുത്ത് റോളാക്കുക. 4 റോളാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടത് എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതേപോലത്തെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ 4 ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനത്തെ കുരു ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ക്രാഫ്റ്റാണ്. എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതേപോലെ ഒരു നോട്ടിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു ചെറിയ കോയിനില്ലേ, അതിൻ്റെ അളവിൽ 4 കട്ട് ചെയ്തു. പിന്നെ 2 രൂപയുടെ ഒക്കെ വലുപ്പത്തിലുള്ള 4 വലുതും കട്ട് ചെയ്തു. എന്നിട്ട് ചെറുത് വലുതിൻ്റെ നടുക്കായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കൈമിലുള്ള ആ ഒരു സീഡില്ലേ, അത് ഇതേപോലെ ചുറ്റിലും ഫ്ലവറിൻ്റെ രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ 4 ചെയ്തെടുക്കുന്നുണ്ട്. 4 കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. നല്ലൊരു സൺഫ്ലവർ ലുക്കില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ സൺഫ്ലവർ തന്നെ അങ്ങോട്ടേക്ക് ആക്കാമെന്ന്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ആദ്യം യെല്ലോ അടിക്കുന്നുണ്ട് 4 ഞാനൊരു 2 കോട്ടൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. 2 കോട്ടെന്ന് വെച്ചിട്ട് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ് മറ്റേത് പിന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ 4 സ്ട്രൈറ്റ് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ നടുക്കുള്ള റൗണ്ട് സൈഡിൽ ഇതേപോലെ ബ്ലാക്ക് വെച്ച് ഇങ്ങനെ ഡോട്ട് ആക്കാനേ പാടുള്ളൂ. ഇതാക്കുമ്പോൾ രസം ഉണ്ടാവില്ല. കളർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഡോട്ടാക്കി കൊടുത്താൽ ഒരു നല്ല സൺഫ്ലവർ ലുക്ക് ഉണ്ടാവും. നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു റോൾ ഇതേപോലെ മുറിച്ചിട്ട് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.